ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിവിടെ വന്നേക്കുന്നത് എൻ്റെ ഒരു ഏർലി മോർണിംഗ് വ്ളോഗ് കാണിക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് കുളിച്ച് നമസ്കരിച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വൈബ് തന്നെ കേട്ടോ. അപ്പോൾ നമസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ചായ ഇടാനായിട്ട് കിച്ചണിലേക്ക് വന്നേക്കുവാണ്. ചായക്ക് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കുറേശ്ശെ പാൽപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിനനുസരിച്ചിട്ടുള്ള പാൽപ്പൊടി മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ വീട്ടിലേക്ക് പാലധികം അങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം പാൽപ്പൊടിയാണ്. എനിക്കും അതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം നമ്മളിത് കറക്റ്റ് ഷുഗർ ആഡ് ചെയ്യുവാണേ. അതിനുശേഷം 2-3 ഏലക്കയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. തേയില ഇട്ട് കൊടുക്കുവാണ്. നമ്മൾ തേയില ഇട്ട് കൊടുത്തു. അതിനുശേഷം അങ്ങനെ നമ്മൾ ചായ എല്ലാം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് അരിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ചായ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് വേറൊരു ഗ്ലാസ്സിലോട്ട് നമുക്ക് ഒഴിച്ചെടുക്കാം. അങ്ങനെ ഒരു കപ്പ് ചായക്കായിട്ട് ഞാൻ വന്ന് ടേബിളിൽ ഇരിക്കുകയാണേ. അപ്പോൾ നമുക്ക് ടീ മസ്റ്റാണ് എല്ലാവർക്കും അല്ലേ. മലയാളിക്ക് ടീ എന്ന് പറയുന്നത് ഒരു മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞ് എനിക്ക് കുറച്ച് തുണികൾ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ കഴുകിയിട്ട തുണികളാണ്. അതൊക്കെ ഒന്ന് മടക്കി എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് നമ്മൾ വെക്കുകയാണ്. അങ്ങനെ നമ്മൾ ഏറായും റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി അടിച്ചു വാരുവാണ്. അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ രാവിലത്തേക്ക് വേണ്ടി ഞാൻ ഇടിയപ്പവും വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കുക്കർ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിക്കുകയാണ്. അതിനുശേഷം നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനാവശ്യമായിട്ട് കിഴങ്ങ്, സവാള, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഞാൻ ചേർത്തിട്ടുണ്ട്. അങ്ങനെ 1-2 വിസിൽ വരെ നമുക്കത് അടിച്ചെടുക്കാം. അടുത്ത് നമ്മളിതായി ഇടിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. നമ്മൾ എണ്ണ എല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അപ്പോഴത്തേനും എൻ്റെ ഉമ്മി വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മി നടക്കാൻ പോയിട്ട് വന്നായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിതാ ഇടിയപ്പം വീച്ചുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ ഓരോന്നായിട്ട് ഇടിയപ്പം പാത്രത്തിൽ വെക്കുകയാണ്. അങ്ങനെ ഇടിയപ്പം എല്ലാം സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഓരോ തട്ട് ഞാനത് വേവിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം സെറ്റായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമായിരുന്നു കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇടിയപ്പത്തിന് പറയുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ അടുത്ത തട്ടും എല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുവാണ്. അവസാനമൊക്കെ ആയപ്പോൾ മാവ് നല്ല ടൈറ്റ് ആവുന്നുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഈ ഒരു മെഷീൻ നല്ലൊരു ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ സ്റ്റൂവിന് വേണ്ടിയിട്ടുള്ള അരപ്പ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. എല്ലാം നമുക്ക് ഉപ്പുണ്ടോ എല്ലാം ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമായിരുന്നു. അങ്ങനെ രാവിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം സെറ്റായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഒത്തൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് ആവട്ടെ. താങ്ക് യു.